നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. KCNന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അതിൽ പ്രധാന സംഭവങ്ങൾ: ആത്മീയത പെയ്തിറങ്ങിയ ദിനരാത്രങ്ങൾക്ക് വിട, നാടും നഗരവും പെരുന്നാളിന്റെ ലഹരിയിൽ. കുമ്പള അഡീഷണൽ SI ജോലിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മരണം വെള്ളിയാഴ്ച രാവിലെ ആരിക്കാടിയിൽ വച്ച്. ഫഹദ് വധം കുറ്റവാളിക്ക് കനത്ത ശിക്ഷ നൽകണമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA. അന്വേഷണം ഊർജിതമാക്കണമെന്നും TV രാജേഷ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 90.46 കോടി രൂപയുടെ ധനസഹായം നൽകിയതായി മന്ത്രി KP മോഹനൻ. ദുരിതബാധിതർക്കു വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധം. കറന്തക്കാട്ട് സർക്കിളിൽ യുവമോർച്ച പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുണ്യങ്ങളുടെ പൂക്കാലത്തിന് വിട, നാടും നഗരവും പെരുന്നാളിന്റെ ലഹരിയിൽ. പെരുന്നാളിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. 30 ദിനരാത്രങ്ങളെ പുണ്യങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയതിന്റെ ആത്മനിർവൃതിയിലാണ് വിശ്വാസലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഗൾഫ് നാടുകളിൽ വെള്ളിയാഴ്ച തന്നെ പെരുന്നാളായിരുന്നുവെങ്കിലും കേരളക്കരയിൽ നിലാവ് കാണാത്തതിനാൽ പെരുന്നാൾ ശനിയാഴ്ചയാണ്. പതിവ് തെറ്റാത്ത ആഹ്ലാദത്തോടെയാണ് ഇത്തവണയും മലയാളികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നോമ്പ് പകുതി പിന്നിടും മുമ്പ് തന്നെ ആളുകൾ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പുത്തൻ വസ്ത്രങ്ങളും പുതിയ പാദരക്ഷകളും അവർ നേരത്തെ തന്നെ ഒരുക്കി വെച്ചു. മൈലാഞ്ചിയുടെ മണവും അപ്പത്തരത്തിന്റെ പൊലിമയുമെല്ലാം പെരുന്നാൾ ആഘോഷത്തിന്റെ മാറ്റുകൾ കൂട്ടുന്നു. ഈദ്ഗാഹുകളിലും പള്ളികളിലും നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം ബന്ധുവീടുകളും സൗഹൃദ ഭവനങ്ങളും കയറി ബന്ധങ്ങൾ പുതുക്കും. ഓരോ പെരുന്നാളും ഒരിക്കലും മറക്കാത്ത സ്മരണകളാക്കിയാണ് വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആഘോഷത്തെ യാത്രയാക്കുന്നത്. ജോലിക്കിടയിൽ SI പോലീസ് ജീപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കുമ്പള പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI MC സുരേന്ദ്രനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ആരിക്കാടിയിലായിരുന്നു സംഭവം. കുമ്പള പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI പയ്യന്നൂർ കോരോം സ്വദേശി MC സുരേന്ദ്രനാണ് കൃത്യനിർവഹണത്തിനിടെ പോലീസ് ജീപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. രാവിലെ കുമ്പള കളത്തൂർ എന്ന സ്ഥലത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയി മടങ്ങി വരുന്ന വഴി ആരിക്കടിയിലെത്തിയപ്പോഴാണ് നെഞ്ചുവേദനയെ തുടർന്ന് പോലീസ് ജീപ്പിൽ കുഴഞ്ഞു വീണത്. തുടർന്ന് സഹപ്രവർത്തകർ കാസർഗോഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. കാസർഗോഡ് ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥനാണ് MC സുരേന്ദ്രൻ. അമ്പലത്തറ കല്യോട്ടെ 13 വയസ്സുകാരൻ ഫഹദിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് കനത്ത ശിക്ഷ നൽകണമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA പറഞ്ഞു. ഫഹദിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലപ്പെട്ട കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഫഹദിന്റെ വീട് DYFI സംസ്ഥാന സെക്രട്ടറി TV രാജേഷ് MLA സന്ദർശിച്ചു. കണ്ണോത്തെ വീട് സന്ദർശിച്ച അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സഫിയ വധക്കേസ് അന്വേഷിച്ചതുപോലെ കുറ്റമറ്റ അന്വേഷണം നടത്തി പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് TV രാജേഷ് MLA പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കരുത്. കേസ് നിസ്സാരവൽക്കരിക്കാനുള്ള നീക്കം വിലപ്പോവില്ല. അതുകൊണ്ട് പോലീസ് ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സഫിയ കേസിലുണ്ടായതുപോലെ നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വളരെ മാതൃകാപരമായ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ കേസ് മുന്നോട്ട് പോകണം. അതാണ് ജനങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മാനിഷാദ സന്ദേശമുയർത്തി ആഗസ്റ്റ് 1 DYFI സായാഹ്ന സദസ്സ് സംഘടിപ്പിക്കും. TV രാജേഷിനോടൊപ്പം DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, PK നിഷാന്ത്, CPM ലോക്കൽ സെക്രട്ടറി AV കുഞ്ഞമ്പു, M അസീനാർ, രാജേഷ് പന്നിക്കുന്ന്, AM ജോർജ്, മജീദ് പറക്കളായി, ബഷീർ പറക്കളായി, MK രാജൻ, കൃഷ്ണൻ തോട്ടത്തിൽ എന്നിവരും കൂടെയുണ്ടായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 90.46 കോടി രൂപയുടെ ധനസഹായം നൽകിയതായി മന്ത്രി KP മോഹനൻ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൻഡോസൾഫാൻ സെൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച കാസർഗോഡ് കളക്ടറേറ്റിൽ മന്ത്രി KP മോഹനന്റെ അധ്യക്ഷതയിൽ എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്നു. 62 അംഗങ്ങളിൽ 22 പേർ യോഗത്തിൽ പങ്കെടുത്തു. ദുരിതബാധിതരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ 10.90 കോടി രൂപ അനുവദിക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിനുള്ള നടപടികൾ 2 ആഴ്ചക്കകം പൂർത്തീകരിക്കും. ദുരിതബാധിതരെ കണ്ടെത്താൻ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് ഓഗസ്റ്റിൽ സംഘടിപ്പിക്കും.
കടാശ്വാസ കമ്മിറ്റി തീർപ്പാക്കിയ 2 ലക്ഷത്തിലേറെ രൂപ കടബാധ്യതയുള്ള 267 പേരുടെയും 2 ലക്ഷം വരെ കടമുള്ള 333 പേരുടെയും 5000 രൂപ വരെയുള്ള 591 പേരുടെയും അപേക്ഷകളാണ് സെൽ യോഗം അംഗീകരിച്ചത്. ദുരിതബാധിതർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 90.465 കോടി രൂപയുടെ ധനസഹായം നൽകിയതായി മന്ത്രി കെ പി മോഹനൻ പറഞ്ഞു. MLA-മാരായ ഇ ചന്ദ്രശേഖരൻ, കെ കുഞ്ഞിരാമൻ, കളക്ടർ PS മുഹമ്മദ് സഗീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുംതാസ് സമീറ, എ കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ H വിഘ്നേശ്വര ഭട്ട്, വി ഭവാനി, സുപ്രിയ അജിത്, ജി ഹസൈനാർ, CK അരവിന്ദാക്ഷൻ, PP നസീമ, JS സോമശേഖര, കാറടുക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ജനനി, കയ്യൂർ ചീമേനി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K സുകുമാരൻ, M അബൂബക്കർ, മടിക്കൈ കമാരൻ, KB മുഹമ്മദ് കുഞ്ഞി, നാരായണൻ പെരിയ, AV രാമകൃഷ്ണൻ, T കൃഷ്ണൻ, ഡോക്ടർ രൂപ സരസ്വതി, എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ NB ബാലകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധം. കറന്തക്കാട് സർക്കിളിൽ യുവമോർച്ച പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ കോലം കത്തിച്ചു. സ്കൂൾ തുറന്നിട്ട് 1 മാസം പിന്നിട്ടിട്ടും പാഠപുസ്തകം ലഭ്യമാക്കാത്തതിനെതിരെ യുവമോർച്ച സംഘടിപ്പിച്ച സമരങ്ങളിൽ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കറന്തക്കാട് സർക്കിളിൽ യുവമോർച്ച കാസർഗോഡ് നിയോജക മണ്ഡലം വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ കോലം കത്തിച്ചു. കറന്തക്കാട് BJP ഓഫീസിൽ നിന്നും ജാഥയായി മുദ്രാവാക്യം വിളിച്ചെത്തിയ 15ഓളം പ്രവർത്തകർ കറന്തക്കാട് സർക്കിളിൽ വെച്ചാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. പോലീസ് ലാത്തിചാർജിൽ യുവമോർച്ച കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് കൈന്താൾ, പപ്പൻ പരവനടക്കം എന്നിവർക്ക് പരിക്കേറ്റതായി പ്രവർത്തകർ പറഞ്ഞു. അക്രമാസക്തമാക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി ചെന്നിത്തലയുടെ ഇടത്തെ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് നമുക്കറിയാം, അതിക്രൂരമായാണ് നമ്മുടെ പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. ഇതിനെതിരെയാണ് യുവമോർച്ച ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം നടത്തി. നമുക്കറിയാം, കാസർഗോഡ് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ കളക്ടറേറ്റ് DD ഓഫീസ് മാർച്ചിലും നമ്മുടെ 2 പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് അതുപോലെ തന്നെ പപ്പൻ പരവനടക്കത്തിനുമെതിരെ ഇവിടെ പോലീസ് അക്രമം ഉണ്ടായിട്ടുണ്ട്. യുവമോർച്ച കാസർഗോഡ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ, ജനറൽ സെക്രട്ടറി സജിത് നിലക്കളം എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിഷം കഴിച്ച് അത്യാസന്ന നിലയിലായി യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 5 അംഗ സംഘം മർദ്ദിച്ചതായി ആരോപണം. മഞ്ചേശ്വരത്തെ ഇഷ്താഖിനാണ് മർദ്ദനമേറ്റത്. വിഷം കഴിച്ച് അത്യാസന്ന നിലയിലായ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 5 അംഗ സംഘം വളഞ്ഞുവെച്ച് മർദ്ദിച്ചതായി ആരോപണം. മഞ്ചേശ്വരത്തെ ഇസ്താഖിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും ഇസ്താഖ് സഹായിക്കാറുണ്ട്. ഇന്നലെ രാത്രി 8:30 മണിക്കാണ് മച്ചമ്പാടിയിൽ എയ്യ എന്നൊരാൾ വിഷം കഴിച്ച് ഗുരുതര നിലയിലുണ്ടെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ വണ്ടിയില്ലെന്നും പറഞ്ഞ് മച്ചമ്പാടി സ്വദേശി തന്നെയായ ഖലീൽ ഫോണിൽ വിളിച്ചത്. ആൾട്ടോ കാറിൽ ഇസ്താഖ് പുറപ്പെട്ടപ്പോൾ മറ്റൊരു വണ്ടി കിട്ടിയെന്നും ദേർലക്കട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞു. ആശുപത്രിയിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ വിളിച്ചു പറയണമെന്ന് ഖലീൽ ആവശ്യപ്പെട്ടു. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഫോൺ വന്നു. വണ്ടി തലപ്പാടിയിൽ തകരാറിലായി പോയെന്നും പെട്ടെന്ന് എത്തണമെന്നുമായിരുന്നു ആവശ്യം. കാറിൽ തലപ്പാടിയിലെത്തിയപ്പോൾ 5 അംഗ സംഘം ഇസ്താഖിനെ വളഞ്ഞുവെച്ചു. മച്ചമ്പാടി സ്വദേശി ഖലീൽ എന്നയാളാണ് ഫോണിൽ വിളിച്ചതെന്നും എയ്യ എന്നയാളാണ് മർദ്ദിച്ചതെന്നും ഇസ്താഖ് KCN ന്യൂസിനോട് പറഞ്ഞു. എയ്യയ്ക്കൊപ്പം മച്ചപ്പാടി സ്വദേശികളായ ഖലീൽ, സക്കീർ, ഹാരിസ്, മജീദ് എന്നിവർ ഉണ്ടായിരുന്നുവെങ്കിലും എയ്യ മാത്രമാണ് മർദ്ദിച്ചതെന്നും ആക്രമണം മദ്യപിച്ചതുകൊണ്ടാണെന്ന് കരുതുന്നതായും ഇസ്താഖ് പറഞ്ഞു. സംഘം ഇക്കോ കാറിലാണ് എത്തിയതെന്നും ഇസ്താഖ് പറഞ്ഞു. ഇസ്താഖിനെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ പ്രവേശിച്ച ചിന്മയ സന്ദേശ സമിതി ജ്യോതി യാത്രയ്ക്ക് വ്യാഴാഴ്ച സമാപ്തി. സമാപന സമ്മേളനം മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ പ്രവേശിച്ച ചിന്മയ സന്ദേശവാഹിനി ജ്യോതിയാത്രയ്ക്ക് വ്യാഴാഴ്ച വർണ്ണാഭമായ സമാപ്തി. ചിന്മയ സന്ദേശവാഹിനി ജ്യോതിയാത്ര ബുധനാഴ്ചയാണ് ചിന്മയ വിദ്യാലയത്തിൽ പ്രവേശിച്ചത്. സ്വാമി ചിന്മയാനന്ദയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചിയിൽ എറണാകുളത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് മെയ് 8-ന് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ചിന്മയ വാഹിനി ജ്യോതിയാത്ര ഉദ്ഘാടനം ചെയ്തത്. 25ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ നീങ്ങുന്ന ജ്യോതിയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനം ഡിസംബർ 31-ന് പൂനെ ചിന്മയ വിഭൂതി ആശ്രമത്തിലായിരിക്കും.
വ്യാഴാഴ്ച നടന്ന സമാപന സമ്മേളനം സംസ്ഥാന കൃഷിമന്ത്രി കെ.പി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടി നിശ്ചയിച്ചത് 2:30 മന്ത്രിക്ക് നേരത്തെ മടങ്ങേണ്ടതിനാൽ 1 മണിക്ക് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന് എ.കെ. നായർ അധ്യക്ഷത വഹിച്ചു. സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ചിന്മയ യുവകേന്ദ്രത്തിന്റെ ഡയറക്ടർ സ്വാമി മിത്രാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. കെ. ബാലചന്ദ്രൻ ആശംസകൾ അർപ്പിച്ചു. ചിന്മയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ പുഷ്പരാജ് നന്ദി പറഞ്ഞു. YSV ഭട്ട്, അഡ്വക്കേറ്റ് IV ഭട്ട്, ഡോക്ടർ സന്ദീപ റാവു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുമായി SYS സന്തോഷ് നഗർ മാരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SYSന്റെ ആഭിമുഖ്യത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. റമസാൻ റിലീഫും ചടങ്ങിൽ നടന്നു. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് കാസി പ്രൊഫസർ കെ. ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഒരിക്കലും അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. നിങ്ങൾ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും സത്യത്തിൻ്റെ മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്ന ആളാണ് എന്ന് തങ്ങളെപ്പറ്റി ഖദീജ ബീവി തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഖുർആൻ അവതരിപ്പിക്കാനായി, ഖുർആൻ ഇറക്കാനായി അള്ളാഹു തെരഞ്ഞെടുത്തത് പുണ്യമായി റമദാൻ മാസത്തെയാണ്. ചടങ്ങിൽ ബദ്രുദ്ദീൻ ചെങ്കള അധ്യക്ഷത വഹിച്ചു. ചെങ്കള, അബ്ദുള്ള ഫൈസി, PV അബ്ദുസ്സലാം ദാരിമി, സിദ്ദീഖ് സന്തോഷ് നഗർ, വോൾഗ അബ്ദുറഹ്മാൻ ആജി തുടങ്ങിയവരും സംസാരിച്ചു. പൊട്ടം തെയ്യത്തിന്റെ മിത്തും ഐതിഹ്യവും അബ്രപാളിയിലെത്തിച്ച് മടിക്കയിലെ കുട്ടികൾ. ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഉണർത്തുപാട്ടായി മാറിയ പൊട്ടം തെയ്യത്തിന്റെ തോറ്റംപാട്ടും തെയ്യത്തിന്റെ ഐതിഹ്യവും മിത്തും കോർത്തിണക്കി ഹ്രസ്വചിത്രമൊരുക്കി. മടിക്കൈ, അമ്പലത്തുകര, റാക്കോൽ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളാണ് പൊട്ടം തെയ്യം ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. ശങ്കരാചാര്യരെ പരീക്ഷിക്കാനായി ശിവൻ ചണ്ടാളവേഷത്തിലെത്തുന്നതും തുടർന്ന് സംവാദവുമാണ് കഥയിലെ ഇതിവൃത്തം. സമകാലീന സംഭവങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ടാണ് ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൊട്ടൻ തെയ്യമായി C. അർജുനും ശങ്കരാചാര്യരായി ഷിബിൻ ബാസിയും രംഗത്തു വരുന്നു. 20 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിൽ ഗോകുൽ കൃഷ്ണ, ശ്യാംജിത്ത്, ഷബിന, ശരത്ത്, കീർത്തന, കിഷോർ, യദുകൃഷ്ണ, പ്രജ്വൽ, അഭിനേഷ് എന്നിവർ രംഗത്തു വരുന്നു. മടിക്കൈ അമ്പലത്തുകരയിലെ സൗഹൃദ കൂട്ടായ്മയായ ഷാസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മടിക്കൈ അമ്പലത്തുകര സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിനിമയുടെ CD പ്രകാശനം നടന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് PV ഷാജികുമാർ CD പ്രകാശനം നിർവഹിച്ചു. K. നാരായണൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ബീന ജോസ്, ബാലൻ മാസ്റ്റർ, A. നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തെയ്യം കലാകാരൻ ശ്രീധരൻ പണിക്കരെയും PV ഷാജികുമാറിനെയും ആദരിച്ചു. വികസന സമിതി ചെയർമാൻ C. പ്രഭാകരൻ ഉപഹാരം നൽകി. സിനിമയുടെ സംവിധായകൻ സനൽ പ്രസാദ് നന്ദി പറഞ്ഞു. ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് നവീകരിച്ച ലാബ് കെട്ടിടം ഒരുങ്ങി. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലാബ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന ക്ലിനിക്കൽ ലബോറട്ടറിക്കായി നിർമ്മിച്ച കെട്ടിടം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വൈദ്യശാസ്ത്രത്തിന് വിവിധ മേഖലകളുണ്ട്, രംഗങ്ങളുണ്ട്. ആ വൈദ്യശാസ്ത്രത്തിന്റെ വിവിധങ്ങളായ മേഖലകളുമായി ആശ്രയിച്ച് ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുള്ള ചികിത്സ തേടിയെത്തുന്നുണ്ട്. അവരിൽ ഓരോരുത്തരും ഓരോ രോഗവുമായി ബന്ധപ്പെട്ട് വിവിധ ശാഖകളിലേക്കായിരിക്കും മാറി മാറി ചിലപ്പോൾ പോവുക. അതിനുള്ള സാധ്യത നമുക്കുണ്ട്. അതിനാവശ്യമായ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ കേരളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യശാസ്ത്ര രംഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന രംഗത്തെ വളരെ മുമ്പിൽ നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി അധ്യക്ഷയായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ മുഖ്യാതിഥിയായി. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK നുഫീറ സ്വാഗതവും T. രതീഷ് നന്ദിയും പറഞ്ഞു. കുമ്പള നാരായണമംഗലത്ത് ഏകദിന സൗജന്യ ആയുർവേദ വൈദ്യ ശിബിരം സംഘടിപ്പിച്ചു. നാരായണമംഗലം IDD ALP സ്കൂളിലായിരുന്നു പരിപാടി. കുമ്പള നാരായണമംഗലം ആദിത്യ ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സൗജന്യ ആയുർവേദ വൈദ്യ ശിബിരം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച നാരായണമംഗലം എയ്ഡഡ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 200ഓളം രോഗികൾ പരിശോധന നടത്തി. സംഘാടകർ സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്തു.
വൈദ്യരത്നം എ മാത്തുക്കുട്ടി വൈദ്യർ, ഡോക്ടർ ലീമ മോൾ എന്നിവർ രോഗികളെ പരിശോധിച്ചു. നാരായണമംഗലം എയ്ഡഡ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശശികല പരിപാടി ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തകൻ രവി നായിക്കാപ്പ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് അധ്യക്ഷൻ നാരായണ കുമ്പള മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രസിദ്ധമായ വൈദ്യരത്ന ഡോക്ടർ, ആയുർവേദ ഡോക്ടർ മാത്തുക്കുട്ടി വൈദ്യരാണ് ഇന്ന് നടക്കുന്ന ഈ നമ്മുടെ ക്ലബിൻ്റെ ആയുർവേദ വൈദിക ശിബിരത്തിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 150ഓളം ആൾക്കാർ ഈ നേരം തന്നെ വന്ന് അതിൻ്റെ സദുപയോഗം നേടിയിട്ടുണ്ട്. ഇനി ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ജയപ്രകാശ്, ശശിധര, ശ്യാംപ്രകാശ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. CPM ജനകീയ പ്രതിരോധം ആഗസ്റ്റ് 11 നടക്കും. വൈകിട്ട് 4 മുതൽ 5 വരെയാണ് പരിപാടി. CPCRAയുടെ വിപണന കേന്ദ്രം തുടങ്ങി. ഡയറക്ടർ ഡോക്ടർ P. ചൌടപ്പ ഉദ്ഘാടനം ചെയ്തു. റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മയുടെ താക്കോൽദാനം നടന്നു. മജീർപള്ള നീർഗോളിയിലാണ് പുതിയ ബൈത്തുറഹ്മ നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലാ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കമ്മീഷണറായി ഭാർഗവിക്കുട്ടിയെ നിയമിച്ചു. കുമ്പള ഇച്ചിലമ്പാടി ASBS അധ്യാപികയാണ്. പാലക്കുന്ന് നേറ്റീവ് ആർട്ടിസ്റ്റ് ആൻഡ് ഈസ്തെറ്റിക് മിഷൻ പുസ്തക പ്രകാശനവും കവി അയ്യപ്പന്റെ ജീവിതവും എഴുത്തും ആസ്പദമാക്കി ഏകാംഗ നാടകവും സംഘടിപ്പിക്കുന്നു. ജൂലൈ 19 പരിപാടി. പാലക്കുന്ന് നേറ്റീവ് ആർട്ടിസ്റ്റ്സ് ആൻഡ് ഈസ്തെറ്റിക് മിഷൻ പുസ്തക പ്രകാശനവും ഏകാംഗ നാടകവും സംഘടിപ്പിക്കുന്നു. ജൂലൈ 19 വൈകുന്നേരം 4 മണിക്ക് സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സന്തോഷ് ആണ്ടിയുടെ ചുവന്ന മഷി കൊണ്ട് അടിവരയിട്ട കവിതകൾ എന്ന കവിതാ സമാഹാരം എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ കൈരളി TV സീനിയർ റിപ്പോർട്ടർ സുരരാജ് അരമങ്ങാനത്തിന് നൽകി പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന സംഘാടകനായ സന്തോഷ് ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത പുസ്തക പ്രകാശനം ഈ 2ാം സംരംഭത്തിൻ്റെ ഭാഗമായി നടത്തണമെന്നാണ് ആലോചിച്ചത്. അതിനൊരു സംഘാടക സമിതി ഉണ്ടാക്കി. ആ സംഘാടക സമിതി നേതൃത്വത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ചുവന്ന മഷി കൊണ്ട് അടിവരയിട്ട കവിതകൾ 35ഓളം കവിതകളുള്ള പുസ്തകമാണ്. ഈ 19-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രകാശനം ചെയ്യും. പരിപാടിയിൽ മുൻ MLA KV കുഞ്ഞിരാമൻ വിശിഷ്ടാതിഥിയായിരിക്കും. തുടർന്ന് കവി A. അയ്യപ്പന്റെ ജീവിതം ആസ്പദമാക്കി സന്തോഷ് ആണ്ടി രചിച്ച ഏകാംഗ നാടകം അരങ്ങേറും. നടൻ ഉമേഷ് ആറാട്ടുകടവാണ് ഏകപാത്രമായി പകർന്നാടുന്നത്. വാർത്താ സമ്മേളനത്തിൽ നാം ചെയർമാൻ മധു മുദിയക്കാൽ, കൺവീനർ ഹരിഹരൻ വൈ, സന്തോഷ് ആണ്ടി, സുഗുണകുമാർ അരമങ്ങാനം, CK ശശി, സുഗു പള്ളം, ഉമേശൻ ആറാട്ടുകടവ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മീയത പെയ്തിറങ്ങിയ ദിനരാത്രങ്ങൾക്ക് വിട. നാടും നഗരവും പെരുന്നാളിന്റെ ലഹരിയിൽ. കുമ്പള അഡീഷണൽ SI ജോലിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മരണം വെള്ളിയാഴ്ച രാവിലെ ആരിക്കാടിയിൽ വച്ച്. ഫഹദ് വധം കുറ്റവാളിക്ക് കനത്ത ശിക്ഷ നൽകണമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA. അന്വേഷണം ഊർജിതമാക്കണമെന്നും TV രാജേഷ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 90.46 കോടി രൂപയുടെ ധനസഹായം നൽകിയതായി മന്ത്രി KP മോഹനൻ. ദുരിതബാധിതർക്ക് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധം. കറന്തക്കാട്ട് സർക്കിളിൽ യുവമോർച്ച പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. ഈ വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാവുന്നു. പെരുന്നാൾ ദിവസമായ ശനിയാഴ്ച മലയാള വിഭാഗത്തിൽ രാത്രി 9:30 എന്നെ നെല്ലിക്കുന്ന MLAയും രാത്രി 10 മണിക്കുള്ള കന്നഡ വാർത്ത ജില്ലാ പഞ്ചായത്ത് അംഗം ഫരീദ സക്കീർ അഹമ്മദുമായിരിക്കും വായിക്കുക. നമസ്കാരം.